ഗോപു, നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ നീ കോഴിക്കോട് നിന്ന്, ഞാൻ കോട്ടയത്തു നിന്ന്. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോൾ പാലക്കാട് വന്നപ്പം ഏറ്റവും കൂടുതൽ കേൾക്കുന്ന പാലക്കാട് എന്ന് പറഞ്ഞാൽ വേലകളുടെ ഒരു നാടെന്നാണ്. പക്ഷെ ഈ വേലയ്ക്കൊന്നും ഞങ്ങൾ അങ്ങനെ പോയിട്ടില്ല. ആദ്യമായിട്ട് നമ്മൾ വന്നത് മണപ്പുള്ളിക്കാവ് വേലയ്ക്കാണ്. മണപ്പുള്ളിക്കാവ് വേല എന്ന് പറഞ്ഞാൽ നിന്റെ മനസ്സിലേക്ക് എന്താ ആദ്യം ഓടിയെത്തുന്നത്? എനിക്ക് മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് ഒരേ ഒരു വേർഡേ ഉള്ളൂ, ജയശ്രീ ആന്റിന്റെ വീട്. അത് തന്നെ എല്ലാവർക്കും, ഞങ്ങൾക്ക് എല്ലാവർക്കും എന്താന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം വീട്ടിലേക്ക് ആദ്യം വിളിച്ചപ്പോൾ നിനക്ക് ഓർമ്മ വരുന്നുണ്ടോ? ദേവി, നീ ഞങ്ങളെ ഇൻവൈറ്റ് ചെയ്തപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ആക്ച്വലി ഒരു ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് പോകാൻ നിന്നെ നന്നായിട്ട് അറിയാം. ആന്റി അറിയില്ല, അങ്കിളിനെ അറിയില്ല, പിന്നെ ഇവിടെ നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ട്, അവരെ ആരും ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പൊ ശരി, ഒന്ന് പോയി തല കാണിച്ച് ഒന്ന് ഭക്ഷണം കഴിച്ചിട്ട് വരാം, ആന്റി അങ്കിളിനെ ഒന്ന് പരിചയപ്പെടാം, ഇത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 2 മണിക്കൂർ എന്ന് പറഞ്ഞ് വീട്ടിൽ പറഞ്ഞിട്ട് ഇറങ്ങിയ ഞങ്ങള് വൈകുന്നേരം എത്ര മണിക്കാ പോയെന്ന് ആന്റിക്ക് ഓർമ്മയുണ്ടോ? 12 മണിയായിട്ടും പോയില്ലേ? ഞങ്ങളെ തള്ളി ഇറക്കി വിടേണ്ട വന്നില്ലേ? പക്ഷെ അതൊരു എന്തൊരു നല്ല മെമ്മറി അറിയാം ഞങ്ങൾക്ക് കുട്ടികൾക്കും ഒക്കെ. അന്ന് വന്ന് ടൈം സ്പെൻഡ് ചെയ്തതും അങ്കിളിന്റെ കൂടെ പാട്ടുപാടി ആഘോഷിച്ചതും ഷോപ്പിങ്ങിന് പോവാൻ അങ്കിള് നമുക്ക് തരുന്ന കൈനീട്ടം അത് വെച്ച് നമ്മൾ മൺപുളിക്കാവ് വേലയ്ക്ക് പോയി ഷോപ്പ് ചെയ്യുന്നതും ഒരിക്കലും ഞങ്ങൾ മറക്കാത്തൊരു മെമ്മറിയാണ്. അതെ അതെ, അതുപോലെ ആന്റിയുടെ നല്ല ഫുഡും. അത് ആന്റി ആദ്യം ഞങ്ങൾ ഇങ്ങനെ ഡ്രോയിങ് റൂമിൽ ഇരുന്ന് കണ്ടു ഒരു അരമണിക്കൂർ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഞങ്ങൾ എങ്ങോട്ടൊക്കെ പോയി? ആന്റിയുടെ അടുക്കള കൈയടക്കി, ബെഡ്റൂം കൈയടക്കി, പിന്നെ ഇനി കൈയടക്കാത്ത സ്ഥലമൊന്നും ഇല്ല ഈ വീട്ടില്. ഞാനാണോ നിങ്ങളാണോ മക്കളെന്ന് പിന്നെ തീരുമാനിക്കേണ്ടി വന്നു. ഞങ്ങൾക്കും ദേവിയാണോ ഫ്രണ്ട് ആന്റിയാണോ ഫ്രണ്ട് എന്ന് ഡൗട്ട്. അപ്പം ഞങ്ങൾക്കും ആ ഡൗട്ട് വന്നു. ആന്റി, മണപ്പുള്ളിക്കാവ് വേല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ കുറെ വർഷങ്ങളായിട്ട്, ആന്റിയുടെ നാടും ആന്റി കുറെ വർഷങ്ങളായിട്ടൊക്കെ ഇവിടെ സെറ്റിൽ ആയത്. 98-ല് ഇവിടെ താമസം തുടങ്ങി. അപ്പൊ ഈ മണപ്പുള്ളിക്കാവ് വേല പണ്ടത്തേതും ഇപ്പോഴത്തേതും കൂടെ ഒന്ന് ആന്റിക്ക്. ഭയങ്കരായിരുന്നു പണ്ടത്തെ വെടിക്കെട്ട് അതായിരുന്നു. ഇതിൽ ക്രാക്ക് വന്നിരുന്നു. പക്ഷെ നായ്ക്കളെ വളർത്താൻ തുടങ്ങിയപ്പോ ഞാനും വെടിക്കെട്ട് കാണാൻ പോവില്ല. ഞാനവിടെ നിലത്തിരിക്കും, എൻ്റെ ചുറ്റിന് നായ്ക്കളിരിക്കും, ഞാൻ അവരെയും മേടിച്ചിട്ടിരിക്കും. അങ്ങനെയായിരുന്നു. അവർക്ക് പേടി ഭയങ്കര. പക്ഷെ ഇപ്പോഴത്തെ നായക്ക് അതില്ല, പേടിയില്ല. അത് അവിടെ നിന്ന് കുറച്ചും കൊണ്ടിരിക്കും, അതിന് പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ തമ്മിലെ സിമിലാരിറ്റി പെറ്റ് ലവേഴ്സ്. ഓ, പക്ഷെ ഇപ്പൊ പറയാൻ മണപ്പുള്ളിക്കാവ് വേലയ്ക്ക് വെടിക്കെട്ടും ഭയങ്കര കുറഞ്ഞില്ലേ അല്ലേ? പണ്ടത്തെ പോലൊന്നും ഇല്ലല്ലോ. ഇപ്പൊ വെടിക്കെട്ടില്ല, പക്ഷെ എന്തായാലും ആ ഒരു എൻജോയ്മെന്റ് നമ്മളുടെ ഇപ്പോഴും ഉണ്ട്. പണ്ട് തൊട്ടേ ദേവി ഫ്രണ്ട്സ് പണ്ടേ ഉള്ള ശീലാണോ ഈ ഫ്രണ്ട്സിനെ വിളിക്കുക? സ്കൂൾ കോളേജ് പഠിക്കുമ്പോഴാണ് ഞാൻ മണപ്പുള്ളിക്കാവാണ് വീട് എന്ന് അറിഞ്ഞ ശേഷം എല്ലാവരും പറയും. അത് അമ്മ അച്ഛൻ്റെ ഒരു പ്രത്യേകത. ആ ദിവസം ദേ ഓപ്പൺ ദ ഡോർസ് എന്ന് പറയില്ലേ? അങ്ങനൊന്നും അല്ല, ഞങ്ങൾക്ക് എല്ലാ ദിവസവും ഓപ്പൺ ആണ്. അതെ, മണപ്പുള്ളിക്കാവില് അല്ലെ, അല്ലെങ്കിലും ഇവർ ഓപ്പൺ ആണ്. ഇവർ ഭയങ്കര ചിൽ പീപ്പിൾ ആണ്. പക്ഷെ എസ്പെഷ്യലി മണപ്പുള്ളിക്കാവിൽ രാവിലെ തൊട്ടിട്ട് രാത്രി വരെയുള്ള ഫുഡ് ഇവിടെ റെഡിയാണ്. രാവിലെ ഫുഡ് അമ്മ പുട്ടും കടലയൊക്കെ ഉണ്ടാക്കി വെക്കും. ഇഡലി, സാമ്പാർ, എന്തൊക്കെയൊക്കെയാ ഉണ്ടാക്കി വെക്കുക എനിക്കറിയില്ല, എനിക്ക് പറ്റൊന്നുമില്ല ഇത്ര അധികം ഒന്നും ഉണ്ടാക്കി വെക്കാൻ. അമ്മ ഉണ്ടാക്കി വെക്കും. ആര് വന്നാലും ഫുഡ് ഉണ്ടാകും. അച്ഛൻ പുറത്തുനിന്ന് സ്വീറ്റ്സ്, ബിരിയാണി ഉച്ചയ്ക്ക് നിങ്ങൾക്ക് കിട്ടാറില്ലേ സ്ഥിരം ബിരിയാണി ഉണ്ടാവും. അപ്പൊ ആർക്ക് എപ്പോൾ വേണമെങ്കിലും വന്ന് ഭക്ഷണം കഴിക്കാം, എൻജോയ് ചെയ്യാം. ആന്റി ഇതെന്താ ഇങ്ങനെ ചെയ്യാൻ കാരണം? ഇവിടെ അടുത്തുള്ളവരൊക്കെ ചെയ്യണത് ആന്റി നിങ്ങളായിട്ട് തുടങ്ങി? മിക്കവാറും എല്ലാ വീട്ടിലും ഉണ്ടല്ലോ. ഞങ്ങൾക്കത് ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ ഒരു സമയത്തല്ലേ എല്ലാവരും കൂടി എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ. മണപ്പുള്ളിക്കാവിലെ മിക്ക വീടുകളിലും ആ സമയത്ത് ഗസ്റ്റ് ഉണ്ടാവും. നല്ലൊരു സിസ്റ്റം പാലക്കാടുകാരുടെ ഒരു. ഞങ്ങളുടെ നാട്ടിലും ഉണ്ട് ഗോവു, പക്ഷെ എന്താന്ന് പറഞ്ഞാൽ റിലേറ്റീവ്സ് ആണ് വരുന്നത്. ഇതുപോലെ ഫ്രണ്ട്സ്, മോളുടെ ഫ്രണ്ട്സ് അങ്ങനൊന്നും വരാറില്ല. അപ്പം അതൊക്കെ ഞാൻ ഇവിടെ മാത്രം കണ്ടിട്ടുള്ളതാ, ഈ വീട്ടിൽ മാത്രം കണ്ടിട്ടുള്ളതാ. പിന്നെ ആന്റിയുടെ അടുത്ത് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആന്റി, ഞങ്ങളുമായിട്ട് ഭയങ്കര വൈബായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കട്ടയ്ക്ക് ഞങ്ങളുടെ അതേ വൈബിൽ നിൽക്കുന്ന ഒരു ആന്റി. ഒരു മോളല്ലേ ഉള്ളൂ. അപ്പൊ ആന്റിക്ക് വൈബൊക്കെ, പോസിറ്റീവ് വൈബും ആ ഒരു എനർജിയൊക്കെ എങ്ങനെ വന്നത്? അതമ്മ പണ്ടേ ഇങ്ങനെ പോയി വരുന്നവരൊക്കെ ഹായ് പറയണ. എനിക്കത് സോഷ്യലൈസ് ചെയ്യുന്ന ഒരാളാന്ന് തോന്നുന്നു അല്ല, ഞാൻ പുറത്തിറങ്ങില്ല, വീട്ടിലിരുന്നിട്ടുള്ള പരിപാടി. ആരെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, ഞാൻ അങ്ങോട്ട് പോയി. അത് നേരെ ഓപ്പോസിറ്റാ ഞാൻ.
ഞാൻ അത് അങ്ങനെ നേരെ കയറി opposite ആ. പരിചയപ്പെടും. അതല്ല എന്താന്ന് വെച്ചാൽ ഞാൻ ചെറിയ കുട്ടിയാകുമ്പോഴേ അതെ നമുക്കൊരു ഒരു സാരി എടുക്കണം എന്നുണ്ടെങ്കിലും എന്തെങ്കിലും ഒരു പൗഡർ വാങ്ങാൻ ഞങ്ങൾ പുറത്ത് പറഞ്ഞില്ല. ഏട്ടന്മാരുണ്ടായിരുന്നു, അവര് പോകുള്ളൂ, അവര് കൊണ്ടുവരും, അവര് കൊണ്ടുവരും, നമ്മളിങ്ങോട്ട് മേടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പൊ അങ്ങനെ പോയിട്ടേ ഇല്ല. മാരേജ് കഴിഞ്ഞപ്പോൾ ദേവിയുടെ അച്ഛനാണ് എന്നെ പുറത്തേക്ക് അങ്ങോട്ട് ഇറക്കിയത്. പിന്നെ ട്രിവാൻഡ്രം ഞാൻ പറഞ്ഞു അവിടെ എത്ര കൊല്ലം 10 കൊല്ലം ഉണ്ടായിരുന്നു. ആ വീട് എവിടെ പോയാലും എനിക്ക് എങ്ങനെ വേണമെങ്കിലും അങ്ങനെയായിരുന്നു. പക്ഷെ ഇപ്പോൾ പറ്റില്ല കേട്ടോ, ഇപ്പോൾ ഒക്കെ മാറിപ്പോയി. ട്രിവാൻഡ്രം പറഞ്ഞു അങ്ങനെ മാറിപ്പോയി, ഇപ്പോൾ വയ്യ. അപ്പോൾ ഇവിടെ അതെ അങ്ങനെ എല്ലാം തന്നെ ചെയ്യും, അത്രേ ഉള്ളൂ. അല്ലാതെ എല്ലാവരുമായിട്ട് സോഷ്യലൈസ് ചെയ്തിട്ടുള്ള അങ്ങനൊരു ഇതല്ല എൻ്റെ. വീട്ടിലിരിക്കുക അത്രേ ഉള്ളൂ എനിക്ക്. പക്ഷെ നിങ്ങളായിട്ട് ഭയങ്കര ഇതാണ്. ഭയങ്കര കൂട്ടായി. എന്റെ ഫ്രണ്ട്സിന്റെ ഇടയില് നിങ്ങളാണ് ഇപ്പൊ മുന്നിൽ നിൽക്കുന്നത്. അതിനൊരു വലിയൊരു പങ്ക് അങ്കിളിനും ഉണ്ട് അല്ലേ? പിന്നെ തീർച്ചയായിട്ടും അച്ഛൻ നേരെ ഓപ്പോസിറ്റ് ആണ്. അത് അച്ഛൻ മരിച്ച ശേഷം അറിഞ്ഞത്. ആരൊക്കെയോ കാണാൻ വന്നു, ഞങ്ങൾക്ക് പോലും അറിയാതെ. അച്ഛൻ ഭയങ്കര സോഷ്യലൈസിങ് ആയിരുന്നു എന്ന് ഞാൻ അപ്പോഴാണ് അറിയണത്, അല്ലേ? എന്താ ഇപ്പൊ മിനിഞ്ഞാന്നല്ലേ അവിടെ നിൽക്കുമ്പോ ഒരാള് രാത്രി സുഖല്ലേ, ആ സാറിന് സുഖല്ലേ എന്ന് ചോദിച്ചു. ഞാൻ ഇതാരാ അത് വിചാരിച്ചു, മരിച്ചത് അറിഞ്ഞ പോലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അച്ഛൻ ഭയങ്കര സോഷ്യലൈസിങ് ആയിരുന്നു. അതേപോലെയാണ് ഞാൻ. അമ്മ നേരെ ഓപ്പോസിറ്റാണ്. പക്ഷെ വരുന്നവരെ നല്ലോണം അതിഥി സേവ ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളായിരുന്നു. എത്ര വേണച്ചാൽ ഫുഡ്. അതുകൊണ്ട് എനിക്ക് ഇത്തിരി അസൂയുണ്ട്. എൻ്റെ മക്കൾക്ക് ഏറ്റവും ഇഷ്ടമുണ്ട് അമ്മയുടെ ഭക്ഷണം. എൻ്റെ മക്കളോട് ഞാൻ അടിയോടും, അമ്മ വയ്ക്കണേ മാത്രം കഴിക്കില്ല അല്ലേ, അവിടെ അമ്മമ്മ മറ്റേത് ഉണ്ടാക്കിയിട്ടുണ്ട് പറയും. അപ്പം എനിക്ക് ദേഷ്യം വരും, എന്താ ഞാൻ പഠിച്ചിട്ട്. പക്ഷെ ആന്റി ഇത് ചോദിക്കട്ടെ, ഇത് കാലത്തിന്റെ ഒരു വ്യത്യാസമായി തോന്നിയിട്ടുണ്ടോ? പണ്ടത്തെ ആന്റി പറഞ്ഞു ആന്റിക്ക് പുറത്തു പോണേനേക്കാളും ഇഷ്ടം ആൾക്കാർ വരുന്നതാ. രണ്ടാമത് ആന്റിക്ക് ഒരുപാട് കുക്ക് ചെയ്ത് കൊടുക്കുന്നതാ ഇഷ്ടം. അതേ സ്ഥാനത്ത് ദേവി പറയുന്നു ദേവിക്ക് ഇഷ്ടം സോഷ്യലൈസിങ് ആണ്. കുക്കിങ്ങിനോട് അത്രയ്ക്ക് അങ്ങോട്ട് ആന്റീന്റെ അത്രയ്ക്ക് എത്തിയിട്ടില്ല. ഇഷ്ടമാണ്, പക്ഷെ കുക്ക് ചെയ്ത ശരി. അതിപ്പോ ഒരു കാലത്തിന്റെ ഡിഫറൻസ് ആന്റി ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ എന്തെങ്കിലും? ഈ പണ്ടത്തെ കാലത്താണ് ഇങ്ങനെ, ഇപ്പത്തെ കാലത്ത് കുറച്ച് ഡിഫറൻസ് ഉണ്ട്? അങ്ങനെയല്ല, ദേവി വർക്ക് ചെയ്യുന്നുണ്ടല്ലോ, ദേവിക്ക് അതാണ് സമയമില്ലാത്തത്. പിന്നെ ഇതൊക്കെ നമ്മളുടെ ടേസ്റ്റാണ്. കുക്കിംഗ് ഒക്കെ നമുക്ക് കുക്ക് ചെയ്യാന്ന് വെച്ചാൽ നമുക്ക് അതിനൊരു ഇൻട്രസ്റ്റ് വേണം. പിന്നെ അതുപോലെ ആ ഇൻട്രസ്റ്റോട് കൂടി അങ്ങോട്ട് ഒരാൾക്ക് കൊടുക്കുക, വരുന്ന ആൾക്ക് ടേസ്റ്റ് ഇഷ്ടപ്പെടണം എന്നുള്ള ആ ഒരു മനസ്സിൽ നമ്മൾ ഉണ്ടാക്കുക. അല്ല, ഇതുപോലെ ഗോപു പറയുന്ന പോലെ കാലത്തിനൊത്ത് കുറേ മാറിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ ആന്റി പറഞ്ഞു പണ്ടൊരു പൗഡർ വേണമെങ്കിലും ചേട്ടന്മാര് വാങ്ങിക്കൊണ്ട് വരും, ഒരു ഡ്രസ്സ് വേണമെങ്കിൽ ചേട്ടന്മാര് വാങ്ങിക്കൊണ്ടു. അതെ, ഇപ്പോഴത്തെ ഒരു കാലത്തെ ഒരു ഫ്രീഡമും ഒരു മകളെ വെച്ച് നിർത്തിയിട്ട് കാര്യമുണ്ടോ? എനിക്ക് ആരും ഇല്ലേ വാങ്ങിത്തരാം, ഞാൻ സ്വന്തം പോയി വാങ്ങിക്കാം. അമ്മയ്ക്ക് കിട്ടിയ ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടില്ല. സ്വന്തം പോകുന്നുണ്ടല്ലോ, അതിനെക്കാട്ടും വലിയ ഭാഗ്യം എന്താ വേണ്ടേ? അല്ല, ഞാൻ ആന്റിയുടെ അടുത്ത് ചോദിക്കുന്നത്, ആന്റി അങ്ങനത്തെ ഒരു കാലത്തും ജീവിച്ചിട്ടുണ്ട്, ഇപ്പം ആന്റിക്ക് സുഖമായിട്ട് വണ്ടി ഇപ്പൊ ആ ഒരു തോന്നില്ല എനിക്ക്, തോന്നില്ല. ഇപ്പോഴും നമുക്ക് ഇപ്പൊ അമ്മക്ക് ഇഷ്ടമുള്ളത് പോയി എടുത്തോളൂ, സാരി ദേവി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോവില്ല. അല്ല, ഇപ്പോഴും എന്നോട് പറയും ദേവി ഒന്ന് സാധനം വാങ്ങിക്കൊണ്ടുവരും. ആദ്യമൊക്കെ ഞാൻ വാങ്ങിക്കൊണ്ടു, പിന്നെ ഞാൻ തോന്നുന്നു അമ്മ എന്താ വീട്ടിൽ തന്നെ ഇരിക്കണത്, അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ. സ്വന്തമായിട്ടൊന്ന് പുറത്തിറങ്ങണം. ഞാനിപ്പോൾ ഇല്ലാത്ത ദിവസം അതാണ് സെപ്റ്റ് വന്നപ്പോൾ അമ്മ വഷളായി. അപ്പം ഞാൻ എന്ത് ചെയ്തു, അമ്മ എനിക്ക് ബിസിയാണ്, അമ്മ എന്നെ ഒന്ന് പോയി വാങ്ങിക്കൂ. ദൈവം സഹായിച്ച് ഹെൽത്ത് അമ്മയ്ക്ക് പുറത്തിറങ്ങിക്കൂടെ, ഇറ്റ് ഇസ് എ റിഫ്രഷിങ് ഫോർ. അപ്പം അമ്മ ചെയ്യില്ല. അപ്പം ഞാൻ പറയും ഞാൻ ബിസിയാണ് പറയും. ഞാൻ പർപ്പസ്ലി പറഞ്ഞിരുന്നു. പക്ഷെ ദേവി ഇത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇത് എനിക്ക് തോന്നുന്ന ഒരു സമയത്തിന്റെ ആണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ആന്റീനെ പറയുന്ന പോലെ എൻ്റെ മമ്മിയും ഈ ഏട്ടന്മാരുള്ള ഫാമിലി, ഏട്ടന്മാരും അച്ഛനുമാണ് വാങ്ങിച്ചു കൊടുക്കുക. ഇവര് പോവുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പായിട്ട് പോവുക, മനസ്സിലായോ? അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു ആ കാലം ഈ കാലമായിട്ട് നല്ല വ്യത്യാസമുണ്ട്. തോന്നിയിട്ടില്ല? ആന്റി പറഞ്ഞ കഥകളുണ്ടല്ലോ, എനിക്ക് ഒരുപാട് എൻ്റെ മമ്മി പറഞ്ഞ കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്യാൻ. പണ്ട് മമ്മീൻ്റെ വീട്ടിലൊക്കെ ഏട്ടന്മാര് അല്ലെങ്കിൽ അച്ഛൻ ആരെങ്കിലും കൂടെ പുറത്തു പോകുള്ളൂ,
അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെങ്കിൽ അവരോട് പറഞ്ഞാൽ മതി, അവർ കൊണ്ടു കൊടുക്കുക. അതുകൊണ്ട് ഇപ്പോഴും ഈ ദേവി പറഞ്ഞ പോലെ മമ്മി പോയിട്ടൊരു സാധനം വാങ്ങുക ഒന്നുമില്ല. മമ്മി കാത്തിരിക്കുക, ഒന്നെങ്കിൽ ഡാഡി വേണം അല്ലെങ്കിൽ ഞങ്ങൾ മക്കൾ ആരെങ്കിലും എത്തണം. എനിക്ക് തോന്നി ഇത് വേണ്ടി പണ്ടത്തെ ആൾക്കാരുടെ ഒരു ജനറൽ സ്വഭാവം പോലെയാണോ? നല്ല സ്വഭാവമല്ല, ഓരോ ആൾക്കാരുടെ മെന്റാലിറ്റി പോലെയാണ്. അല്ല, ഇവിടെ എനിക്കെന്താ തോന്നുന്നതെന്നറിയോ, ഇപ്പൊ ഞങ്ങളുടെ എല്ലാവരുടെയും ഒരു സിറ്റുവേഷൻ കേട്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത്, ഇങ്ങനെ കുറേ സിബ്ലിങ്സ്, ചേട്ടന്മാരും അനിയന്മാരും ഒക്കെ ഉള്ള വീടുകളിലാണ് ഈ ഇങ്ങനത്തെ റെസ്ട്രിക്ഷൻസ് വരുന്നതെന്നാ തോന്നുന്നത്. എൻ്റെ മമ്മി ഒറ്റ മോളാ, ദേവിനെ പോലെ തന്നെ ഒറ്റ മോളാ, ബ്രദേഴ്സ് ഇല്ല, സിസ്റ്റേഴ്സ് ഇല്ല, ഒന്നുമില്ല. അപ്പൊ മമ്മിയുടെ കാര്യത്തിനൊക്കെ മമ്മി പോവും, ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല. അവിടെ മമ്മിയുടെ അച്ഛൻ ഞാൻ വാങ്ങിത്തരാം അങ്ങനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് മമ്മിക്ക് ഇപ്പോഴാണെങ്കിലും തന്നെ എവിടെ വേണമെങ്കിലും പോകാനുള്ള ഒരു 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 ഇതുണ്ട്, ഒരു തോന്നലുണ്ട്. എനിക്ക് വീട്ടിൽ തന്നെ ഇരിക്കാൻ പറ്റില്ല, എനിക്ക് വെളിയിൽ ഇറങ്ങണം എന്നാണ് എൻ്റെ മമ്മി ചിന്തിക്കാറ്, ദേവി പറയുന്ന പോലെ. ഈ ഞാൻ 5ാം ക്ലാസ് പഠിക്കുമ്പോൾ ഇവൻ എനിക്ക് സൈക്കിൾ മേടിച്ചു തന്നു. എന്നും വൈകുന്നേരം പാൽ എന്നെ കൊണ്ട് പോയി വാങ്ങിക്കും. ഈ പറയണ അമ്മയാണ് കേട്ടോ, ഞാൻ പുറത്ത് പോവില്ല പറയണ അമ്മയാണ് സ്വന്തം മകളെ സൈക്കിൾ ഓടിച്ചൊന്ന് ആലോചിച്ച് നോക്കും. അമ്മ ഓർത്തിട്ടുണ്ടാവും അമ്മയെ പോലെ ആവല്ലേ നീ, അമ്മയ്ക്കത് മെന്റാലിറ്റിയാ പറഞ്ഞില്ലേ, അമ്മേന്റെ എൻജോയ്മെന്റ് ആണ് പറഞ്ഞില്ലേ. എന്നെ വലന്ന് ടയേർഡായിട്ട് സ്കൂളിൽ നിന്ന് പോയി പാല് വാങ്ങിക്കൂ, ഒരു ഉരുളക്കിഴങ്ങ് ഉള്ളി. പക്ഷെ അതൊരു നല്ലൊരു ഇതാണെന്ന്, കാരണം എനിക്ക് ആ ഒരു ഇൻഡിപെൻഡന്റ് മെന്റാലിറ്റി കിട്ടിയത്. അത് ഐ ആം താങ്ക്ഫുൾ ടു മൈ പാരൻസ്. അതെ, ഞങ്ങളും 3 പെൺകുട്ടികളായിരുന്നെങ്കിലും വീട്ടിൽ ഇതുപോലെ സൈക്കിൾ എടുത്ത് ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു എന്താ പറയുക, ഒരു റെസ്ട്രിക്റ്റഡ് ഏരിയയുടെ ഉള്ളിൽ തന്നെയാണ് താമസിച്ചത്. എന്നാലും റോഡൊക്കെ ക്രോസ് ചെയ്ത് പോയി ബ്രെഡ് വാങ്ങുക, പാല് വാങ്ങുക, ഇതൊക്കെ ഞങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കൂടുതൽ ഇൻഡിപെൻഡൻസ് ഉണ്ട്. ദേവി പറഞ്ഞത് വളരെ ട്രൂ ആണ്. നമ്മൾ ഈ കുഞ്ഞിലെ തന്നെ നമ്മുടെ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻഡിപെൻഡൻ്റ് ആവും വലുതാവുമ്പോഴും. പിന്നെ ഒരു കാര്യം കൂടി കിട്ടി, കൺഫെഷൻ പോലെ. യൂഷ്വലി നമ്മൾ എന്താ പറയുക, ഇന്നെ കൊണ്ട് ഒന്നും ചെയ്യിപ്പിച്ചില്ല, അതുകൊണ്ട് ഞാൻ ചെയ്തില്ല, അങ്ങനെ പറയുന്ന കുറേ ആൾക്കാരെ കൂട്ടത്തിലൊന്നും ഞാനുമാണ്. പക്ഷെ ഇപ്പൊ എനിക്കൊരു ക്ലോഷർ കിട്ടി ആ ക്വസ്റ്റ്യന്. നമുക്ക് ഡിപ്പെൻഡ് ചെയ്യാൻ ആൾക്കാരുണ്ടാവുമ്പോഴാണ് നമ്മൾ പല കാര്യങ്ങൾക്കും പോവാണ്ടിരിക്കുന്നത്, അല്ലെ? ചുരുക്കം പറയാൻ കാലം ഹാസ് നത്തിങ് ടു ഡൂ വിത്ത് ദിസ്. സത്യം പറയുമ്പോൾ ഇപ്പൊ ദേവി ആയാലും ആന്റി ആയാലും രഞ്ജുവിന്റെ മമ്മി, എന്റെ മമ്മി, ഞാൻ ആക്ച്വലി ജീവിച്ച് വന്ന് നോക്കിയാന്ന് വെച്ചാൽ ആന്റിയും മമ്മിയൊക്കെ ജീവിച്ച പോലെ. അതായത് പുറത്ത് പോകില്ല, എന്താ വീട്ടില് ബ്രദേഴ്സ് ഉണ്ട്, അച്ഛനുണ്ട്, അപ്പൊ കൊണ്ട് തന്നു. നിങ്ങൾ രഞ്ജുവിന്റെ മമ്മി ആ കാലത്ത് ഇൻഡിപെൻഡന്റ് ആയി, ദേവി ഇൻഡിപെൻഡന്റ് ആയി. ഇപ്പൊ കാലം നമ്മൾ പറയുന്നതിൽ ഒരു കാര്യമില്ല, സത്യം പറയാൻ. സത്യം, നമ്മളുടെ മെന്റാലിറ്റി, നമ്മളുടെ സിറ്റുവേഷൻ ഒക്കെ, എക്സ്പോഷർ എത്ര കിട്ടണം. ഇൻഡിപെൻഡന്റ്. പക്ഷെ എപ്പോഴും ഇൻഡിപെൻഡന്റ് ആവണം. ഞാൻ ദുബായിലാവുമ്പോൾ അമ്മ പറയും, എങ്ങടെയെങ്കിലും പോയില്ല, നിങ്ങൾ വരട്ടെ. എനിക്കത് കേൾക്കുമ്പോൾ എന്ത് ദേഷ്യം അറിയോ, നിങ്ങളില്ലാണ്ട് ഞാൻ എന്തിനാ പോണേ? ഞാൻ പറയും, അമ്മയ്ക്ക് പോണേ, അമ്മ പോവും, അമ്മ പോയി എൻജോയ് ചെയ്യൂ. ഇപ്പൊ പോകുന്നുണ്ടല്ലോ. ഇപ്പൊ പോകുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഉന്തി തള്ളി പറഞ്ഞിരിക്കാണ്. അതാണ്, അത്രേ വീട്ടിൽ പോയി കഴിഞ്ഞാൽ രാത്രി രാവിലെ 6 മണിയായി ഇങ്ങോട്ട് വരണം പറയും. അത്ര. അത് പിന്നെ പൊതുവെ എല്ലാവർക്കും അവരവരുടെ കംഫർട്ട് സോൺ, അവനവന്റെ വീടല്ലേ, അല്ലേ? അത് തീർച്ചയായിട്ടും. അതുകൊണ്ട് അത് ഞാൻ ആന്റിന്റെ സൈഡാണേ. അതെ, ഓടി തിരിച്ച് വീട്ടിലെത്തണം. ഞങ്ങളൊക്കെ തിരിച്ചെത്തിയപ്പോ ഒരാഴ്ചയും കൂടെ അവിടെ സ്റ്റേ ചെയ്യായിരുന്നു. എസ്പെഷ്യലി ഇഫ് ഇറ്റ് ഈസ് എ ഹോട്ടൽ. നിങ്ങൾ പറയുമ്പോൾ എനിക്ക് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു ഹോട്ടലാണെങ്കിൽ അത് തന്നെ. ഞാൻ നേരെ തിരിച്ച് എന്തൊക്കെ ഹോട്ടലിൽ പോലും തിരിച്ചു വന്ന് വീട്ടിലെ ഡോറ് തുറന്ന ഹോം സ്വീറ്റ് ഹോം. എനിക്ക് എൻ്റെ വീട്ടിലെ ഹസ്ബൻഡും മൂത്ത മോളും അങ്ങനെയാ. തിരിച്ച് വീട്ടിൽ വന്നാ ബാക്ക് ഹോം. ഞാനും ഇളയ മോളും കൂടെ പറയും, ഒരാഴ്ചയും കൂടെ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യായിരുന്നു.